കണ്ടിന്യൂസ് ഒരു 11 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും നോമ്പിലേക്ക് എത്തുന്നത്. നമ്മുടെ ശരീരം വീണ്ടും നോമ്പുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാനുള്ള ഒരു ക്ഷീണം, തലവേദന എന്നിവയൊക്കെയാണ് ഒരു നോമ്പെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് സാധാരണയായിട്ട് ഫീൽ ചെയ്യപ്പെടുന്നത്. നോമ്പിനെ നമുക്ക് സുഖകരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന 4 പോയിന്റ്സ് പറഞ്ഞുതരാം. ഒന്നാമത്തേത്, അത്തായം യാതൊരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. പിന്നെ അത്തായ സമയത്ത് നമ്മൾ പ്രോട്ടീൻ സമ്പന്നമായിട്ടുള്ള മുട്ട, പാല്, ഡേറ്റ്സ്, നട്ട്സ് എന്നിവ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പിനെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് നമ്മുടെ രക്തത്തിലെ ഷുഗറിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ ടിപ്പാണ് സോൾട്ടും കഫേനും. അത്തായ സമയത്ത് പപ്പടം, അച്ചാറ്, ഉപ്പിലിട്ടതുപോലെയുള്ള ഉപ്പ് അധികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ദാഹം വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കോഫിയും ചായയും ബോഡി ഡീഹൈഡ്രേഷൻ ആക്കാനും വലിയൊരു പങ്ക് വഹിക്കുന്നതായിരിക്കും. അടുത്തതായിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് അമിതമായിട്ട് ഭക്ഷണങ്ങൾ വാരിക്കോരി കഴിക്കുന്നത് നമുക്ക് ഗ്യാസ് ട്രബിളും നെഞ്ചിരിച്ചിലും ഉണ്ടാക്കാൻ കാരണമായി തീരും. അതുകൊണ്ട് തന്നെ നമ്മുടെ സുന്നത്തിൽ പറയുന്ന പോലെ ഒരു ഈത്തപ്പഴവും വെള്ളവും കഴിച്ചുകൊണ്ട് നോമ്പ് തുറക്കുകയും ശേഷം നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പലഹാരങ്ങൾ കഴിക്കാവുന്നതാണ്. ഇതിൽ തന്നെ ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കടികൾ ഒഴിവാക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. നാലാമത്തെ ടിപ്പാണ് വ്യായാമവും ഉറക്കും. നമുക്കറിയാം, റമളാൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇബാദത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു മാസമാണ്. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ 5 മണിക്കൂർ കുറഞ്ഞതെങ്കിലും നമ്മൾ ഉറങ്ങാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റമളാനിലെ ഇഫ്താറിന്റെയും ഭക്ഷണത്തിന് ശേഷം ഒരു ദിവസം ഒരു 10 to 15 മിനിറ്റെങ്കിലും നടക്കാനായും നമ്മൾ ശ്രദ്ധിക്കണം. ആരോഗ്യമുള്ളൊരു റമളാൻ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.